വീടിന്റെ വെള്ളം തുറന്നു വിടുന്നില്ല, ലീക്ക് ആയിക്കൊണ്ടിരിക്കും പൈപ്പിൽ നിന്ന്. അതും വാസ്തു ദോഷത്തിലാകപ്പെടുന്നു. പല വീടുകളിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, മതിലുകൾക്ക് ഒരു ക്രാക്ക് വീഴുന്നിരിക്കും. ആ വീട്ടിനോട്ട് ഉള്ളിലോട്ട് പോയി നിങ്ങൾ ചോദിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൈക്ക് ഒടിവുകളുള്ള ആൾക്കാരുണ്ടായിരിക്കും. കൈ ആക്സിഡന്റ് ആയി, കൈയുടെ കുഴ തെറ്റി, കൈക്ക് കെട്ടുണ്ട്, കൈക്ക് കമ്പി ഇട്ടിട്ടുണ്ട്. പൂർണ്ണമായും കിഴക്ക് മറയുന്ന ഒരു വീട്ടിന് ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, അവർ ഭയങ്കര മെമ്മറി ആയിരിക്കും. ആ വടക്ക് ഭാഗത്ത് മറ്റൊരാളുടെ മതിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബുദ്ധിമുട്ടാണ്, അവിടുത്തെ തലയെടുത്ത് നമ്മൾ ചുമക്കേണ്ടിയിരിക്കുന്നു. ഹായ്, നമസ്കാരം. വാസ്തുപരമായി മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വാസ്തുവിലെ ചില സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് നമ്മൾ വീണ്ടും ഇന്ന് എത്തിയിട്ടുള്ളത്. അതിനായി നമ്മോടൊപ്പം വാസ്തു വിദഗ്ധൻ ആസ്ട്രൽ തങ്കച്ചൻ സാറും ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സർ. നമ്മുടെ പ്രേക്ഷകർ പൊതുവെ കുറച്ച് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോളനി, ഫ്ലാറ്റ്, അഗ്രഹാരം എന്ന പോലെ സ്ഥലങ്ങളിലൊക്കെ ഈ കോമൺ വാളുകൾ വരുന്നുണ്ട്. അവര് അപ്പം അവിടെ എന്തെങ്കിലും വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടാവോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് സാറിന്റെ മറുപടി? പ്രതിവിധി എന്നുള്ളത് ഒരു ആചാര രീതിയിലോ അല്ലെങ്കിൽ പരിഹാര രീതിയിലോ ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അത് എല്ലാവർക്കും അറിയാം, ഇത്രയും വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചില പ്രതിവിധികൾ ഞാൻ പറഞ്ഞും പോകാറുണ്ട്. കോളനി വീടുകളിൽ എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ ഒരു കോളനി ടൈപ്പ് വീടുകൾ തന്നെ ഇപ്പം അധികം ആർക്കും ഇല്ല. ഇപ്പം നമ്മുടെ ലൈഫിന്റെ തന്നെ ഇൻഡിവിജ്വൽ വില്ല പോലത്തെ സംവിധാനങ്ങൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഗവൺമെന്റ് പ്രോജക്റ്റുകളിൽ ആദ്യത്തെ കാലങ്ങളിൽ കോളനി വീടുകൾ ഒരുപാടുണ്ടായിരുന്നു. ലക്ഷം വീട്, അതല്ലെങ്കിൽ ലക്ഷം വീടൊക്കെ വരത്തില്ല, തനിച്ചിന് വീടുകൾ, കോളനി പോലത്തെ വീടുകളുണ്ടായിരുന്നു. ഇപ്പൊ ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ CIT കോളനി എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടാവും. ഒരേപോലെ ആയിരിക്കും ഓരോ വീടുകൾ. അപ്പൊ ഈ കോളനി ടൈപ്പ് വീടുകൾ ആ കോൺസെപ്റ്റ് ഇപ്പൊ മാറിക്കഴിഞ്ഞു. ഇപ്പൊ എല്ലാം വില്ല സ്റ്റൈലിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ ഇപ്പോഴത്തെ വയനാട് വെച്ച വീടുകളും പലരും സ്പോൺസർ ചെയ്യുന്ന വീടുകളൊക്കെ എല്ലാം പോയി. പക്ഷെ കോളനി വീടുകൾ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ചെന്നൈ പോലത്തെ അല്ലെങ്കിൽ സിറ്റി പോലത്തെ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് വിടുവാൻ വേണ്ടി കോളനി വീട് പോലെ തന്നെ ഇങ്ങനെ ഓരോ കോമൺ വാള് പോലെ ഒരു 5 സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലാറ്റിൽ അങ്ങനെ ഉണ്ട്. ഇതൊക്കെ എല്ലാം ഇപ്പോഴുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് രണ്ടുപേരും ഒരു വാൾ ഷെയർ ചെയ്യും. ഒരാളിന്റെ വടക്ക് മറ്റൊരാളിന്റെ തെക്കാവും, ഒരാളിന്റെ കിഴക്ക് മറ്റൊരാളിന്റെ പടിഞ്ഞാറാവും. ഇങ്ങനെ വരുള്ളൂ. അല്ലാതെ ഒരാളിന്റെ പടിഞ്ഞാറ് ചുമര് വേറൊരാളുടെ വടക്ക് ചുമരാകില്ല. അപ്പം വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഈ ഇതിലെ വോൾ ഷെയർ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിക്ക് മൂടപ്പെടും. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു ദിക്ക് മൂടും. ഇപ്പം ഉദാഹരണം, തിരഞ്ഞെടുക്കുന്ന ദിക്ക് കിഴക്കാണെന്ന് വെക്കുക. നമ്മുടെ കിഴക്കേ ചുമരിന്റെ മറുപുറം വേറൊരാളുടെ വീടാണെങ്കിൽ അദ്ദേഹത്തിന്റെ പടിഞ്ഞാറ് ചുമരാണത്. അപ്പൊ പടിഞ്ഞാറ് കിഴക്കും കൂടെ ജോയിൻ ചെയ്യാനവിടെ. അപ്പോ ഇതൊരു ഉദാഹരണം, നമുക്ക് വടക്കുന്ന് തുടങ്ങാം. ഒരു ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന ദിക്ക് വടക്കാണെന്ന് വെക്കാം. വടക്ക് ചുമര് ആ വോളിന്റെ മറുപുറം മറ്റൊരാളുടെ ഫ്ലാറ്റോ വീടോ കോളനിയോ അഗ്രഹാരമോ എന്തോ ആയിക്കോട്ടെ. അപ്പോ വടക്ക് ചുമരിനപ്പുറമുള്ള വീടിന്റെ തെക്കേ ചുമരാണ്. ഇദ്ദേഹത്തിന് വടക്കേ ചുമരാണെങ്കിൽ ഇതിനപ്പുറമുള്ള വീടിന്റെ തെക്കേ ചുമരാണ്. ഇവിടെ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് വടക്കാണ് ആശയങ്ങൾ വരിക, വടക്കാണ് ഭാഗ്യങ്ങൾ കൊണ്ടുതരിക, സൗഭാഗ്യങ്ങൾ കൊണ്ടുതരിക. ഇതെല്ലാം വടക്കിനെ ആശ്രയിച്ചിരിക്കും. കിഴക്ക് എന്നുള്ളത് സൂര്യനെ കുറിക്കുന്ന ദിക്കാണ്. അതിന് തരാനുള്ള കോൺട്രിബ്യൂഷൻ മറ്റാണ്. ഊർജം, ധൈര്യം, വെളിച്ചം, തെളിവ്, സമാനതകളില്ലാത്ത ദൂരം, നമുക്ക് ചിന്തിക്കാനും കടന്നെത്താനുള്ള ധൈര്യമൊക്കെ തരുന്നത് അച്ഛനാണ്, അല്ലെങ്കിൽ സൂര്യനാണ് സാക്ഷാൽ. വടക്ക് എന്നുള്ളത് അമ്മയാണ്, ചന്ദ്രൻ. അപ്പോ അവിടെ നിന്നാണ് നമുക്ക് ഭാഗ്യം, ദയ, സന്ദേശം. പിന്നെ വടക്കിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വടക്കിലൂടെ വരികയും അല്ലെങ്കിൽ അതേപോലെ പോവുകയും ചെയ്യും. വടക്കില്ലാത്ത വീടുകളിൽ പലർക്കും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ തലഭാരമായിരിക്കും, തലയ്ക്ക് മേളിൽ വലിയൊരു ഭാരം അനുഭവിക്കുന്നത് പോലെ. അവർ ഒരുപക്ഷെ അവരുടെ കയ്യിൽ കാശുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ജീവിതമായിരിക്കാം. പക്ഷെ അവർ അലട്ടുന്ന ഒരു ഭയം, അല്ലെങ്കിൽ മറ്റെന്ത് എപ്പോഴും പേടിച്ച് മൂവ് ചെയ്യുന്ന ഒരു സംവിധാനങ്ങളാണ്. മനസ്സിലായി? അതേപോലെ തന്നെയാണ് കിഴക്കിനും. അത് തിരഞ്ഞെടുക്കപ്പെട്ട കിഴക്കാണെന്ന് വയ്ക്കുക. കിഴക്ക് കഴിഞ്ഞ് മറ്റൊരാളുടെ ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പടിഞ്ഞാറ് ചുമരില നമ്മുടെ കിഴക്കേ ചുമരിക, രണ്ടുപേരും ഷെയർ ചെയ്യുന്നു. ഇവർക്ക് കിഴക്കില്ലെങ്കിൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഇവർക്ക് വെളിച്ചമില്ല. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണമെന്ന് പറയുന്ന രീതിയിൽ ഇവരുടെ കാഴ്ചകളിൽ ഒരുപാട്
ബുദ്ധിമുട്ടുണ്ടെന്നു എല്ലാം റീതിങ്ക് ചെയ്ത് ഒന്നിന് 10 വട്ടം ചിന്തിച്ച് ഭയന്ന് മാത്രമേ ഒരു മൂവ് ചെയ്യുള്ളൂ. പിന്നെയാണെങ്കിൽ ഇതിന് ഇത്തരം വീടുകൾക്ക് വേറൊരു കാര്യം കൊണ്ടുണ്ട്. പില്ലിശൂന്യം, മന്ത്രവാദം, പേയ്, പിശാചി ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കുള്ളിലായിരിക്കാം. ഒരു ഇരുട്ടിലുള്ള ജീവിതമായിരിക്കും. സൂര്യനില്ലാത്തൊരു ലോകത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. വീട് നമ്മുടെ ലോകമാണെന്ന് വെക്കുക. അവിടെയും സൂര്യൻ കടന്നു വന്നില്ലെന്നുണ്ടെങ്കിൽ ആ ലോകത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത വണ്ണം ഉള്ളിൽ പ്രത്യേകിച്ച് പുരുഷന്മാര് വളരെ ദുർബലരായിരിക്കും. ആ വീട്ടിൽ അന്ധവിശ്വാസങ്ങൾ ഒരുപാട് കടന്നുകൂടും. ഇപ്പൊ നമ്മൾ പറയത്തില്ല, ചില വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് മറ്റവനാണ് എനിക്ക് ഒരു പണി തന്നത്, അവൻ മന്ത്രവാദിയെ കണ്ടു, അവൻ എന്തോ ചുറ്റിയിട്ട് ഇവിടെ ഒരു മുട്ട വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു തകിടുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എല്ലാത്തിനും പേടി. ഇത് കിഴക്കിന്റെ ഒരു അസാധ്യത. അടുത്ത് തിരിച്ചും നമ്മൾ തെക്കിലോട്ട് വരികയാണെങ്കിൽ തെക്കിന്റെ പിന്നിൽ വേറൊരാളുടെ വടക്കേ വീടാ. ഷെയറിങ്, കോമൺ ഷെയർ ആണെങ്കിൽ തെക്കാണ് നമ്മുടെ വീടിന്റെ തെക്കേ ചുമര് ജനാലകളില്ലാതെ മറ്റൊരു വീട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഭാഗ്യോ. നമ്മുടെ തെക്കിലാണ് വെയിറ്റും ലോഡും, ഇയാൾക്ക് ഭാഗ്യോ, പ്രശ്നമില്ല, അവിടെ വാതിലില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പറ്റുമെങ്കിൽ തെക്കിന്റെ കിഴക്കേ മൂല എന്നുള്ള ഉഗ്ര ഉച്ചഭാഗത്തുള്ളൊരു എക്സോസെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. ഒരു ബാൽക്കണി പോലെ പ്രൊജക്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു എക്സോസ് വരികയാണെങ്കിൽ ഓക്കെ. അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തും, നമ്മുടെ പടിഞ്ഞാറ് എന്നുള്ളത് മറ്റൊരാളുടെ കിഴക്കാണ്, പക്ഷെ കോമൺ വാൾ ഷെയർ ചെയ്യുന്ന ആളുടെ കിഴക്കാണ്. അവിടെയും നമുക്ക് പ്രശ്നം വരുന്നില്ല. പക്ഷെ അതിന്റെ ഉച്ചഭാഗത്തിൽ, അതായത് പടിഞ്ഞാറ് വായുവ്യ ഭാഗത്തിൽ ഒരു പ്രൊജക്ഷനോ അവിടെ നിന്ന് ഒരു എക്സോസോ ഒരു ജനലോ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ബെറ്ററാണ്. പക്ഷേ ഈ രണ്ട് ഭാഗത്തും ക്ലോസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ വലിയ അപകടമില്ല. പക്ഷേ മറിച്ച് വടക്ക് കിഴക്ക് കോമൺ ഷെയർ വാൾ ഉണ്ടെങ്കിൽ അവർ ആ വീട്ടിൽ ഈ പറയുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കും. ഒരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, രണ്ട് ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരും ഒരു റിച്ച് ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരും അതേ കോളനിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് രണ്ടും ഒരേ വ്യവസ്ഥയായിരിക്കാം, കാരണം കോമൺ ഷെയർ ഉണ്ടായിരിക്കാം. പക്ഷേ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അത് അവർക്ക് ഈ വാസ്തുവിലൂടെയാണ് ആ ബുദ്ധിമുട്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവർക്ക് റെഗുലർ ഒരു ഇൻകം ഉണ്ട്, ഒരു ബിസി ഷെഡ്യൂളാണ് അവരത്. പക്ഷേ ആ തിരക്കൽക്കിടയിൽ അവരുടെ നിർഭാഗ്യങ്ങളും ആ തിരക്കിൽ ചാലിച്ച് അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാരണമെന്നവർ അറിയുന്നില്ല. ഒരു കോളനി വാസികളാണെന്നുണ്ടെങ്കിൽ അവർ കഠിനാധ്വാനികളാണ്. അവർക്ക് അല്ലെങ്കിലും ഇത് തന്നെയാണ് അവരുടെ ജീവിതമെന്ന് അവർ തന്നെ കൺഫേം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. വിധിയെ സ്വയം ഏറ്റുവാങ്ങി ഇതിന് വിധിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ മറ്റൊരു മറുമലർച്ചയ്ക്ക് വേണ്ടിയുള്ള ബുദ്ധി തെളിയാതെ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്ന് അത്തരം ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട്. കുട്ടികളൊക്കെ പഠിക്കുന്നു, വിദ്യാഭ്യാസത്തിലൂടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ കുട്ടികൾ തന്നെ പറയും, അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസം നേടിയ അവരുടെ സുഹൃത്തുക്കൾ വരുമ്പോൾ അവർക്ക് തന്നെ ഒരു ഷൈ വരും, നമുക്ക് ഈ വീട് നിന്ന് മാറണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇങ്ങനെ പല വർക്കുകൾ എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ വർക്കുണ്ട് സാർ. ഞങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെ ആയിപ്പോയി. ആ ഇടുക്കി ഭാഗത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കോളനി പോലത്തെ സംവിധാനങ്ങൾ, തേയിലത്തോട്ടങ്ങൾക്കുള്ള അവരുടെ താമസ സൗകര്യങ്ങളെല്ലാം ഇതേപോലത്തെ സംവിധാനങ്ങളാണ്, അഗ്രഹാരങ്ങൾ ഇതേപോലത്തെ സംവിധാനങ്ങളാണ്. പക്ഷേ കിഴക്ക് മറയുന്ന, പൂർണ്ണമായും കിഴക്ക് മറയുന്ന ഒരു വീട്ടിന് ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർ ഭയങ്കര മെമ്മറി ആയിരിക്കും. കിഴക്ക് ക്ലോസ് ചെയ്ത് വെക്കുന്ന ഒരു വീട്ടിൽ ഒന്നും മറക്കില്ല അവർ, എന്ന് ഞാൻ പറഞ്ഞില്ലേ. വെളിച്ചം വന്നാൽ മാത്രമേ അവിടെ ക്ലെൻസ് ആവുള്ളൂ. അതേപോലെ പഠിച്ചു വെച്ച കാര്യങ്ങളും അവർക്ക് മറക്കാൻ സാധിക്കില്ല. അവർ കൂടുതൽ നല്ല മെമ്മറി, നല്ല സ്റ്റോറേജ് ഉള്ള ആൾക്കാരായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇതേപോലെ ഡിഗ്രി, ഇത് പൂർണ്ണമായും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഡിഗ്രി മാറ്റം സംഭവിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. ആ ലാൻഡിന്റെ പൊസിഷൻ, ലാൻഡ് പൊസിഷനിൽ എത്ര ഡിഗ്രിയാണ്, അവിടെ സൂര്യ വെളിച്ചം മറ്റേതെങ്കിലും ഡിഗ്രിയിലൂടെ കടന്നു വരാൻ സാധ്യതയുള്ള വിധത്തിൽ പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ കോമൺ വാൾ എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. 100% കോമൺ വാൾ ഉള്ളത് തെറ്റായിട്ടുള്ളത്. ഭാഗ്യം നിർഭാഗ്യം, അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും. വടക്ക് കിഴക്ക് ഓപ്പൺ ആണ്, തെക്ക് പടിഞ്ഞാറാണ് ക്ലോസ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോകും. പക്ഷേ എന്താണെന്ന് അറിയില്ലല്ലോ, ഏത് വാളാണ് എവിടെയാണെന്ന് അറിയില്ലല്ലോ. പക്ഷേ കോമൺ വാൾ പൊതുവെ വാസ്തുവിന് തെറ്റ് തന്നെയാണ്. ഈ കോമൺ വാളിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു, അതുപോലെ തന്നെ ഒന്ന് കണ്ടുവരുന്നതാണ് ഈ കോമൺ മതിലുകൾ. രണ്ട് വാസ്തുവിന് നടുവിലായിട്ട് കോമൺ മതിലുകൾ കാണുന്നുണ്ട്. അവിടെ എന്തെങ്കിലും വാസ്തുദോഷം? കറക്റ്റ്. അവിടെയും നമുക്ക് ഇവിടെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കോമൺ വാൾ, ഫ്ലാറ്റ് അല്ലെങ്കിൽ അഗ്രഹാരം അല്ലെങ്കിൽ കോളനി അല്ലെങ്കിൽ ഇതേപോലത്തെ സാമ്പ്രദായ വ്യവസ്ഥയിൽ ചെയ്യുന്ന നീണ്ട വീടുകളൊക്കെ ഇല്ലേ, ഒരു നിര വീടുകളൊക്കെ ഇല്ലേ, ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം, കോമൺ മതിലുകൾ, അവിടെ നമുക്ക് നമ്മുടെ അപകടത്തിൽ നമുക്ക് രക്ഷപ്പെടാം, ഒരു മാറ്റമില്ല. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദിക്ക് വടക്കാണെന്ന് തന്നെ തുടങ്ങാം. വടക്ക് നമ്മൾ തുടങ്ങുന്ന അവിടെ ഒരു കോമൺ ആയിട്ട് ഒരു മതിലുണ്ടെന്ന് വെക്കാം. അത് നമ്മുടെ മതിലാണെങ്കിൽ, വടക്ക് ഭാഗത്ത് നമ്മുടെ മതിലാണെങ്കിൽ ഒരു പരിധിവരെ ഓക്കെ. ആ വടക്ക് ഭാഗത്ത് മറ്റൊരാളുടെ മതിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബുദ്ധിമുട്ടാ. അവിടുത്തെ തലയെടുത്ത് നമ്മൾ ചുമക്കേണ്ടിയിരിക്കുന്നു. കേൾക്കുമ്പോൾ ചിലപ്പോ നമ്മുടെ ഗംഗ, മണിച്ചിത്രത്താഴിലെ ഗംഗ കേൾക്കുന്ന കഥ പോലെ ആയിരിക്കാം. മനസ്സിലായില്ലേ? അല്ല.
വടക്ക് സൈഡ് നിങ്ങളൊരു മതിൽ കെട്ടുന്നു, അത് നിങ്ങളുടെ സ്വന്തം മതിലാണെങ്കിൽ അവിടം വരെ ഓക്കെ. അല്ല, കാശ് ലാഭിച്ച് തൊട്ടടുത്തുള്ള വീട്ടുകാരനോട് തർക്കിച്ച് അവനോട് ആ മതിൽ കെട്ടിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ ആൾറെഡി അവിടെ മതിലുണ്ടെങ്കിൽ പോലും നമ്മൾ അതിന് ഒരു അരയടിയെങ്കിലും വിട്ട് നമുക്കൊരു മതിൽ ചെയ്ത് കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ വാസ്തുയോഗ്യമായ ഒരു വീടിന് നന്നായിരിക്കും. ഇതേപോലെ തന്നെയാണ് കിഴക്കിനും. പക്ഷേ തെക്കിനും പടിഞ്ഞാറിനും ഇത് ആവശ്യമില്ല. വടക്കിനും കിഴക്കിനും ഇത് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് വടക്കിന് 100% ഇത് ആവശ്യമുണ്ട്. കിഴക്ക് പോലെ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. പടിഞ്ഞാറിനും തെക്കിനും ഇതൊരു ബാധകമേ അല്ല. പടിഞ്ഞാറും തെക്കും നമ്മുടെ മതിലല്ല, വേറൊരാളുടെ മതിലായിരുന്നാലും നമ്മുടെ മതിലായിരുന്നാലും അത് നമുക്കൊരു ബാധകമല്ല. പക്ഷേ 100% വടക്ക് ഭാഗത്തുള്ള മതിൽ നിങ്ങളുടെ മതിലായിരിക്കണം. ഒരു പക്ഷേ അതിനനുവദിക്കുന്നില്ല, മറ്റൊരാൾ അവിടെ മതിൽ കിട്ടിയെങ്കിലും കുറച്ചുകൂടെ വിശാല മനസ്സോടെ ഒരു അടിയെങ്കിലും വിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കോർണർ ഉണ്ടാക്കുക. ആ ഗ്യാപ്പ് ആരും മോഷ്ടിച്ചിട്ട് പോകാനില്ല, അവിടെ മറ്റൊരു പ്രൊജക്ഷൻ വരുത്തില്ല. ഇച്ചിരി കാശ് ചിലവാക്കിയെങ്കിലും നിങ്ങളുടെ ഒരു അതിർത്തി വടക്കിൽ സൂക്ഷിക്കുക. സെക്കൻഡറി ഒരു 50% കിഴക്കിലും അത്തരം രീതികൾ ഒരു മതിൽ കെട്ടിയെടുക്കുന്നത് നല്ലതാണ്. ഇനി ചോദിക്കാത്ത വേറൊരു ചോദ്യം കൂടെ പറഞ്ഞുതരാം. ഒരു പരീക്ഷണ അടിസ്ഥാനം നമ്മുടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ചോദിക്കാം. മതിലുകൾ ക്രാക്ക് ആയിരിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഈ മതിലുകൾ ക്രാക്ക് ആയിരിക്കും. അത് അധികം ആരും ശ്രദ്ധിക്കാറില്ല. ഈ മതിലുകൾ പല വീടുകളിലും ശ്രദ്ധിക്കാറുണ്ട്. മതിലുകൾക്ക് ഒരു ക്രാക്ക് വീഴുന്നിരിക്കും. ആ വീട്ടിനോട്ട് ഉള്ളിലോട്ട് പോയി നിങ്ങൾ ചോദിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൈക്ക് ഒടിവുകളുള്ള ആൾക്കാരുണ്ടായിരിക്കും. കൈ ആക്സിഡന്റ് ആയി, കൈയുടെ കുഴ തെറ്റി, കൈക്ക് കെട്ടുണ്ട്, കൈക്ക് കമ്പി ഇട്ടിട്ടുണ്ട്. മതിലുകൾ ക്രാക്ക് വീഴുന്ന മതിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു നല്ല വെയിറ്റ് മതിൽ നടുക്കൊരു ക്രാക്ക് ഉണ്ടായിരിക്കാം. അവിടെ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും കൈ സംവിധാനങ്ങളെല്ലാം വീഴുന്നോ അല്ലെങ്കിൽ ഉളുക്കോ അല്ലെങ്കിൽ തേയ്മാനമോ അല്ലെങ്കിൽ കമ്പി ഇട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള അനുഭവ രീതിയിൽ ഒരുപാട് ആ വീട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഒരു പക്ഷേ അവിടെ താമസിക്കുന്ന ആൾക്കാർ വാടകക്കാരായിരിക്കാം. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് തന്നെയാണ് അവർക്കും ഫലം. ചിലപ്പം അതൊരു കോംപ്ലക്സ് ആയിരിക്കാം. മനസ്സിലല്ലേ? അപ്പം അവിടെ കടകളാണല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഉത്തരം എടുക്കും? ഒരു 2-3 കടകളാ അതിന്റെ ചുറ്റുമതിലായിരിക്കും. എങ്ങനെ ഉത്തരം എടുക്കും? ഇതൊരു ചോദ്യമോ? അങ്ങനെ 2-3 കടകളാ, എവിടെയെങ്കിലും നിങ്ങൾ ഉത്തരം എടുക്കും. മനസ്സിലായില്ലേ? അവിടെ വരുമാന കുറവുണ്ടാവും. അതായത് ചോർച്ച ഉണ്ടാവും, ലീക്ക് ഉണ്ടാവും, വരുമാന ലീക്ക്. നമ്മൾ പറഞ്ഞില്ലേ ഓട്ടക്കൈ എന്ന് പറയത്തില്ലേ? കണ്ടില്ലേ? എത്ര കാശ് വന്നാലും നിൽക്കുന്നില്ല, ഓട്ടക്കൈ എന്ന് പറയത്തില്ലേ? അതുണ്ടാവും. മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെ വീടിന്റെ ക്രാക്കുകളും, വീടിന്റെ ചുമരിലുള്ള ക്രാക്കുകളില്ലേ, ഈ ക്രാക്കുകൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. വീടിന്റെ വെള്ളം തുറന്ന് വിടുന്നില്ലേ, ലീക്ക് ആയിക്കൊണ്ടിരിക്കും പൈപ്പിൽ നിന്ന്. അതും വാസ്തു ദോഷത്തിലാകപ്പെടുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ. വാസ്തു എന്ന് ഒരു ലോ ഓഫ് അട്രാക്ഷനിൽ എടുക്കാം. വീടിന്റെ പൈപ്പിൽ നിന്ന് വെള്ളം ലീക്ക് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇച്ചിരി വെള്ളമല്ലേ, കുഴപ്പമില്ല, അത് പൊയ്ക്കോട്ടെ എന്ന് പറയും. ശരിക്കും അത്തരം വീട്ടിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും അവിടെ വെയിൻ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. മനസ്സിലായി? അപ്പൊ ഇതെല്ലാം വാസ്തുവോട് ചേർക്കണം. നമ്മളൊരു വാസ്തുകല പഠിച്ചു, അതിന്റെ പിന്നിൽ സഞ്ചരിച്ചു, അതിനോടൊപ്പം നമ്മുടെ സ്വന്തം ഗവേഷണവുമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? അപ്പം അനുഭവ രീതിയിലുള്ള സത്യങ്ങളാണെങ്കിലും എന്നെ കേൾക്കുന്ന ആൾ നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ അത് ഉണ്ടോ എന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ കുടുംബത്തിൽ പരിചയങ്ങളിലൊക്കെ പരിശോധിക്കാമല്ലോ. അതൊക്കെ മനസ്സിലായി? ഒരു പക്ഷെ അത് സത്യമാണെങ്കിൽ 1 രൂപ ചെലവില്ലാത്ത കാര്യമില്ല. ജസ്റ്റ് ഒരു ക്രാക്ക് ഒന്ന് അടയ്ക്കുക, അല്ലെങ്കിൽ ലീക്ക് ഒന്ന് അറസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടോ നോക്കാമല്ലോ. അപ്പൊ പരീക്ഷണങ്ങളിൽ നമുക്ക് ഒരു പക്ഷെ പല ആൾക്കാരും വലിയ VIP പറയുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ വലിയ ആഡുകളിൽ വരുന്നത് കേൾക്കുന്നു, അല്ലെങ്കിൽ പ്രശസ്തരായ പുസ്തകങ്ങളിൽ പറയുന്നത് സത്യമാണെന്ന് സ്വയം വിശ്വസിച്ച് ബുക്സ് ആർ ബേസിക്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കോമൺ വാളിനെ പറ്റിയും കോമൺ മതിലിനെ പറ്റിയിട്ടും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിന്റെ നമ്പർ നമ്മളിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വിളിച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്യാം. ഇതുപോലെ മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. താങ്ക് യു.